എന്ത്? എനിക്ക് സമമായ വേറെ രാവണന്മാർ ഈ ലോകത്തിൽ വേറെയുമുണ്ടെന്നോ? അതെ, ഉണ്ടല്ലോ. പറയാം, കേട്ടോളൂ. 1000 വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചും ഒരുപാട് വരങ്ങൾ പ്രാപ്തമാക്കിയും വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൈയളവ് ഭൂമി പോലുമില്ലാതെ ഈ മഹാലങ്കയെ ആ കുബേരനിൽ നിന്നും ദണ്ഡിച്ചും ഭീഷണിപ്പെടുത്തിയും വാങ്ങിയില്ലേ? ആ രാവണനാണോ നീ? അല്ലെങ്കിൽ മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാനായ മഹാബലിയുടെ കാതിലെ കുണ്ടലങ്ങളെപ്പോലും താങ്ങുവാൻ തനിക്ക് ബലമില്ല എന്നറിഞ്ഞ വായെല്ലാം രക്തം ചൊരിഞ്ഞ ഓടി വന്നില്ലയോ ആ രാവണനാണോ നീ? അല്ലായെങ്കിൽ കൈലാസ പർവ്വതത്തെ ഉയർത്താൻ കഴിയാതെ അതിനടിയിൽ അകപ്പെട്ടുകൊണ്ട് പെരുച്ചാഴിയെപ്പോലെ കീ കീ എന്ന് നിലവിളിച്ചില്ലേ? ആ രാവണനാണോ നീ? അതുമല്ലെങ്കിൽ കാർത്തവീര്യന്റെ പിടിയിൽ കുടുങ്ങിക്കിടന്ന അസ്ഥിയൊടിയുന്ന വിധത്തിൽ നിലവിളിച്ചില്ലേ? ആ രാവണനാണോ നീ? അതുമല്ലെങ്കിൽ ബാലിയുടെ ശിവപൂജയിൽ ഭംഗം വരുത്തിയതിന് അദ്ദേഹത്തിന്റെ വലിയ വാലുകൊണ്ട് ബന്ധനസ്ഥനാക്കപ്പെട്ട് അദ്ദേഹം പറന്ന വാനവീഥികളെല്ലാം അലഞ്ഞു തിരിയപ്പെട്ട് അവസാനം അദ്ദേഹത്തിന്റെ പുത്രൻ അംഗദന്റെ തൊട്ടിലിൽ തന്നെ വിളയാടുന്ന പാവയെപ്പോലെ ബന്ധനത്തിൽ കിടന്നില്ലയോ? ആ രാവണനാണോ നീ? ഇത്രയും രാവണന്മാരുണ്ടിവിടെ. ഇതിലിപ്പോൾ ഏത് രാവണനാണ് നീ എന്ന് എനിക്ക് പറഞ്ഞു തന്നാട്ടെ, പറയൂ. എടാ ഹീനനായ കുരങ്ങ, എന്നോട് ധിക്കാരം പറയുന്നോ നീ? ഞാൻ വിചാരിച്ചാൽ നിന്റെ ആത്മാവിനെ പറിച്ച് നിന്റെ പിതാവ് വായുദേവന്റെ അടുത്തേക്ക് തന്നെ അയക്കാൻ സാധിക്കും. രാവണ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ വലിയ സമുദ്രം താണ്ടി ഇങ്ങ് വന്നത്. നിന്റെ ഗോത്രത്തെ ഞാൻ നശിപ്പിക്കും. എന്നാൽ എന്റെ യജമാനനാണ് അവസാനിപ്പിക്കേണ്ടത് നിന്റെ ചരിത്രത്തെ. അതുകൊണ്ട് അടക്കി വച്ചിരിക്കുകയാണ് എന്റെ കോപത്തെ. കല്ലെടുത്താൽ തന്നെ പല്ല് കാണിക്കുന്ന കുരങ്ങേ, നിന്റെ വാക്കുകളാൽ എന്നെ ഭയപ്പെടുത്താൻ നോക്കരുത്. ഹേ മൂടാ, എന്റെ യജമാനൻ യജമാനൻ എന്ന് നീ പറയുന്നുണ്ടല്ലോ, അവൻ ആരെന്ന് പറയ. നിന്നെയും അവനെയും ചേർത്ത് യമപുരിയിലേക്ക് അയക്കും നാം. ഓഹോ, ഈ മണ്ണും വിണ്ണും സൃഷ്ടിച്ചവനെ നീ വിണ്ണിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്? എടാ വിഡ്ഢി, എന്റെ സ്വാമി 3 മൂർത്തികളും ഒരേ ഒരു രൂപമായി സൃഷ്ടിക്കപ്പെട്ട ശുദ്ധനാണ്. 3 ലോകവും സൃഷ്ടിച്ച മായാവി തന്റെ ഇരിപ്പിടങ്ങളായ വെള്ളിമലയെയും തിരുപ്പാൽക്കടലിനെയും ഉപേക്ഷിച്ചു വന്ന് ദശരഥപുത്രനായി അവതരിച്ച മഹാവീരൻ. ഭക്തന്മാർക്ക് നന്മയും ശത്രുക്കൾക്ക് തിന്മയും വരമായി നൽകുന്നവൻ. അദ്ദേഹമാണ് പാരെല്ലാം പുകഴ്ത്തുന്ന ശ്രീരാമൻ. ഞാൻ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്ന ദൂതൻ. നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു നാടോടി നിന്നെ ദൂതനായി ഇവിടേക്ക് പറഞ്ഞയച്ചുവെന്നോ? നല്ല തമാശ തന്നെ, നല്ല തമാശ. ഞാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണെങ്കിലും എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് അദ്ദേഹമല്ല, ലങ്കാധിപതി രാവണ. നിനക്ക് കിഷ്കിന്ധയിലെ മഹാരാജാവായ ബാലിയെ നന്നായിട്ടറിയാമല്ലോ അല്ലേ? അറിയാം, അറിയാം. പറയൂ. അദ്ദേഹത്തിന്റെ മകനും കിഷ്കിന്ധയിലെ രാജകുമാരനുമായ അംഗദനാണ് എന്നെ ഇവിടേക്ക് ശ്രീരാമചന്ദ്രന്റെ ദൂതനായി പറഞ്ഞയച്ചത്. ആര്? അംഗദനോ? അവൻ ദയാശീലനും നല്ലവനുമായ ഒരു ബാലകനല്ലേ? അതിരിക്കട്ടെ, അവന്റെ പിതാവ് ബാലിക്ക് സുഖം തന്നെയല്ലേ? രാവണ, ബാലി തന്റെ അനുജനായ സുഗ്രീവന്റെ പത്നിയെയും അദ്ദേഹത്തിന്റെ രാജ്യവും അപഹരിച്ച് സുഗ്രീവനെ ആക്രമിച്ച് പർവ്വതശിഖരങ്ങളിലേക്ക് വിരട്ടി ഓടിച്ചു. നിന്റെ കൊടും വഞ്ചനയാൽ തന്റെ പത്നിയെ നഷ്ടമായ ശ്രീരാമചന്ദ്രമൂർത്തിയും സുഗ്രീവനും തമ്മിൽ കണ്ടുമുട്ടി ഇരുവരും സൗഹൃദത്തിലാവുകയും ചെയ്തു. ഓഹോ, സ്വന്തം പത്നിയെ നഷ്ടപ്പെട്ട 2 മാനംകെട്ടവന്മാരും സൗഹൃദത്തിലുമായോ? പിന്നെ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സഹായിക്കുവാൻ വേണ്ടി താൻ കൊടുത്ത വാക്ക് പരിപാലിക്കുന്നതിനു വേണ്ടി ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ബാലിയെ തന്റെ ഒരു ബാണം കൊണ്ട് വധിച്ചു. സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായും ബാലിയുടെ പുത്രനായ അംഗദനെ രാജകുമാരനായും അവരോധിച്ചു. എന്ത്? സുഗ്രീവൻ കിഷ്കിന്ധയിലെ മഹാരാജാവായെന്നോ? അതെ രാവണ, ഞാൻ സുഗ്രീവന്റെ മന്ത്രിയാണ്. സത്യസന്ധനായ ഞങ്ങളുടെ മഹാരാജാവ്
ശ്രീരാമചന്ദ്രന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനു വേണ്ടി ജ്യേഷ്ഠത്തി സീതാദേവിയെ അന്വേഷിക്കുന്നതിനു വേണ്ടി തന്റെ വാനര സേനകളെ എല്ലാ ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു. അംഗദന്റെ നേതൃത്വത്തിൽ തെക്ക് ദിശയിലേക്ക് ജ്യേഷ്ഠത്തി സീതാദേവിയെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചവരിൽ ഒരുവനാണ് ഞാൻ. മഹാസമുദ്രം മറികടക്കാൻ ആകാശമാർഗത്തിലൂടെ പറന്ന് ലങ്കയിലേക്ക് വന്നു. അശോകവനത്തിൽ ജ്യേഷ്ഠത്തി സീതാദേവിയെ ദർശിച്ചു. അത് മാത്രമല്ല രാവണ, നീ അവിടെ വന്ന എന്റെ ജ്യേഷ്ഠത്തിയോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നതും ഞാൻ കണ്ടു രാവണ, കണ്ടു. ഓ, സീത ഇവിടെ ഉണ്ടെന്നുള്ള കാര്യവും നീ കണ്ടു അല്ലേ? അതേ രാവണ, കണ്ടു. മറ്റുള്ളവരുടെ പത്നിയെ അപഹരിക്കുന്നതും ബലാത്കാരം ചെയ്യുന്നതും വലിയ പാപമാണ്. അതിനിപ്പോ എന്തു ചെയ്യണമെന്നാണ്? രാവണ, സീതാദേവി മഹാശക്തിയാണ്. ആ ജ്യേഷ്ഠത്തി ജാനകിയുടെ പവിത്രത എന്ന അഗ്നി ലങ്കയെ ബാധിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് ദേവിയെ കൊണ്ടുപോയി എന്റെ സ്വാമി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്തെത്തിച്ച് അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കൂ. ഹേയ് വാനര, മാപ്പെന്നത് നമ്മുടെ അസുരകുലത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു വാക്കാണ്. ഹനുമാൻ, നീ കുറെ കാര്യങ്ങൾ ന്യായീകരിച്ചുവല്ലോ. എന്റെ അനുജത്തി ശൂർപ്പണകെ രാമലക്ഷ്മണന്മാർ അംഗഭംഗം ചെയ്ത് അപമാനിച്ചയച്ചിരുന്നുവല്ലോ. അത് ഏതു വിധത്തിലാണ് ന്യായമാകുന്നത്? രാവണ, ശൂർപ്പണകയ്ക്ക് വ്യാമോഹത്താലാണ് നാസിക നഷ്ടപ്പെട്ടത്. ഹേയ് ദൂത, കാമവും മോഹവും കന്യകമാരുടെ കടഹങ്ങളാണ്. അത് കണ്ടു രസിക്കാനുള്ള മനസ്സില്ല എങ്കിൽ ആ കാഷായധാരികൾ സംസാരിക്കാതെ അടങ്ങിയിരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതെ വനത്തിനുള്ളിലെ കാട്ടാളന്മാരെ പോലെ പെരുമാറിയതുകൊണ്ടാണ് അവരിരുവരും കൂട്ടിലെ കിളിയെപ്പോലെ കാത്തു സംരക്ഷിച്ച സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത്. അവർ ധീരന്മാരാണ് എങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് അവളെ വീണ്ടെടുക്കാൻ പറയൂ. രാവണ, രഘുവീരൻ ശാന്തസ്വരൂപൻ മാത്രമാണ് എന്ന് നീ വിചാരിക്കരുത്. അദ്ദേഹം രുദ്രമൂർത്തിയും കൂടിയാണ്. അദ്ദേഹത്താൽ രക്ഷിക്കുവാനും സാധിക്കും, അതുപോലെ തന്നെ സംഹരിക്കുവാനും സാധിക്കും. സ്മൃതികളിൽ അദ്ദേഹത്തിന്റെ നാമം മഹാകീർത്തി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ നിനക്കു മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ ശക്തിയില്ല. അദ്ദേഹം ഒരുവനെ നോക്കി ദൃഷ്ടി പതിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ആ രാമബാണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ഭൂലോകത്ത് മാത്രമല്ല 3 ലോകത്തിലും ആർക്കും തന്നെ ശക്തിയില്ല. 3 മൂർത്തികൾക്കുമില്ല. എല്ലാവരേക്കാളും ഉയർന്നവനായ ബ്രഹ്മസ്വരൂപിയായ ആ രഘുനന്ദൻ അത്രയും വലിയ പരാക്രമണശാലിയാണ്. രാവണ, ഇതൊരു സാധാരണ കുരങ്ങന്റെ വായ്ത്താരിയാണ് എന്ന് വിചാരിക്കരുത്. എല്ലാ ശാസ്ത്രങ്ങളിലും ശ്രേഷ്ഠരായ സാക്ഷികളുടെ തീർപ്പാണിത്. അത് ശരിയായി മനസ്സിലാക്കിക്കൊള്ളൂ രാവണ. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദൂതനായി വന്നിരിക്കുന്ന ഈ ഹനുമാൻ പറയുന്നതൊക്കെ സത്യമാണ്. ജ്യേഷ്ഠൻ കവർന്നുകൊണ്ടുവന്ന സീതാദേവിയെ അന്വേഷിച്ചു വന്ന ഈ ഹനുമാനെ ഇപ്പോൾ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ജ്യേഷ്ഠൻ രാവണനോട് ഇതിനെപ്പറ്റി മയത്തിൽ പറയാം. ലങ്കയിലേക്ക് ദൂതനായി വന്നവന് യാതൊരുവിധ ആപത്തും ഉണ്ടാകാനേ പാടില്ല. രാവണ, അവസാനമായി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നാശത്തിന്റെ നേർക്ക് നീ ചെല്ലരുത്. എന്റെ സ്വാമിയുടെ അരവിന്ദ തിരുവടികൾ നോക്കി നീ ചെല്ലൂ രാവണ. സീതയെന്ന ശീതളത്താമരയെ ഇന്ന് തന്നെ നീ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തിരുവടികളിൽ സമർപ്പിക്കൂ രാവണ, സമർപ്പിക്കൂ. ഈ കുരങ്ങൻ എന്തൊരു അഹങ്കാരമാണ്! വീരന്മാരെ, ഈ വാനരനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി തുണ്ടുതുണ്ടായി വെട്ടിയെറിയ. ജ്യേഷ്ഠ, ദേവി ചെയ്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യാതിരിക്കൂ. വിഭീഷണ! ജ്യേഷ്ഠ, അങ്ങയുടെ കൽപ്പന അനുസരിക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്രോധം കാണിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് മനസ്സ് കാണിക്കണം. എന്താ, ഇനി നീയും എന്നെ ഉപദേശിക്കാനുള്ള പുറപ്പാടിലാണോ? ജ്യേഷ്ഠ, അവിടുന്ന് മഹാപരാക്രമശാലിയാണ്. പലതും പഠിച്ച പണ്ഡിതനാണ്. ധർമ്മങ്ങളെ സംരക്ഷിക്കുന്നവനാണ്. ന്യായ അന്യായങ്ങളെ വേർതിരിച്ചറിഞ്ഞവൻ. രാജനീതിയിൽ നിന്നും വ്യതിചലിക്കാത്ത നിപുണൻ. അങ്ങയെപ്പോലെയുള്ള ഒരു മഹാരാജാവ് ഒരു സാധാരണ ദൂതനെ വധിക്കുന്നത് നല്ല കാര്യമല്ല എന്നത് ഈ ഉള്ളവന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതെ രാവണ, വിഭീഷണൻ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. ഇവൻ ദൂതനായി മാത്രമായിരുന്നു വന്നിരുന്നുവെങ്കിൽ മാപ്പ് കൊടുത്ത് വിടുമായിരുന്നു ഞാൻ. ഇവനാണെങ്കിൽ ഒരു തസ്കരനെ പോലെ ലങ്കയിലേക്ക് നുഴഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാവൽക്കാരെയും എന്റെ പുത്രനെയും വധിച്ചിരിക്കുകയാണ്. പിടിക്കപ്പെട്ട ഉടനെ ദൂതനെന്ന് വിടുവായുത്തരം പറയുന്നോ? ഇവനാണോ ഞാൻ മാപ്പ് കൊടുക്കേണ്ടത്? ജ്യേഷ്ഠ,
നമ്മൾ ഇവനെ ഇവിടെ വെച്ച് വധിക്കുന്നതിനേക്കാൾ നല്ലത് ഇവൻ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കിയ നാശങ്ങൾക്ക് പകരമായി ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് നമുക്ക് പറഞ്ഞേക്കാം. ഇവൻ രാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെന്ന് നമ്മെപ്പറ്റി പറഞ്ഞ് അവരെയും അവർക്ക് തുണയായി നിൽക്കുന്ന വാനര സേനകളെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. നമ്മൾ ഇരിക്കുന്നയിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ എതിരാളികളെ നശിപ്പിക്കാൻ കഴിയും. ആഹാ, ഇദ്ദേഹത്തിന് നല്ല മനസ്സാണ്. അസുരനായ രാവണന് ഇത്രയും ദയാശീലനായ അനുജനോ? രാം രാം. അനുജ വിഭീഷണ, നിന്റെ ഈ രാജതന്ത്രം എനിക്കും ഉചിതമായി തോന്നുന്നുണ്ട്. നല്ലത്. നീ പറഞ്ഞതുപോലെ ഇവനൊരു എളിയ ശിക്ഷ കൊടുത്ത് വിരട്ടി ഓടിക്കാം. പുത്ര ഇന്ദ്രജിത്ത, പിതാവേ, വാനരന്മാർക്ക് വാലാണ് മുഖ്യം. ആയതിനാൽ ഇവന്റെ വാലിന് തീ കൊളുത്തി അടിച്ചു വിരട്ടാൻ പറയൂ. വീരന്മാരെ, ഉത്തരവ് നടപ്പിലാക്കിയാലും. രാം രാം. വീരന്മാരെ, ആ കുരങ്ങന്റെ വാലിന് തീ കൊളുത്തു. രാവണ, നീ എന്റെ വാലിനല്ല തീ കൊളുത്താൻ പറഞ്ഞത്. നീ നിന്റെ നാശത്തിന് ആരതി കൊളുത്തിയിരിക്കുകയാണ്. നിന്റെ ഈ ലങ്ക അഗ്നിക്കിരയാകുന്നത് നേരിട്ട് തന്നെ കണ്ടുകൊള്ളൂ. രാം രാം. ദൂതന് മര്യാദ കൊടുക്കാത്തതിന്റെ ഭവിഷ്യത്തുകൾ കണ്ടില്ലേ നീ? കാണ്, നിന്റെ ലങ്കയെ കാണ്. ദൂതനായി വന്ന എന്റെ വാലിന് നീ തീ കൊളുത്തുമല്ലേ? നിന്റെ ലങ്ക കത്തിയെറിയുന്നത് കാണ്. രാം രാം. ഈ അഗ്നി നിന്റെ ലങ്കയ്ക്ക് മാത്രമല്ല, ഇത് നിന്റെ നാശത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. കാണു രാവണ, എന്റെ വാലിന് തീ കൊളുത്തുമല്ലേ? കണ്ടില്ലേ കത്തി എരിയുന്നത്? സീതാദേവി അന്വേഷിച്ച് സമുദ്രം കടന്നുപോയ ഹനുമാൻ ഇതുവരെ വന്നില്ലല്ലോ. സുഗ്രീവൻ നമുക്ക് തന്നിരുന്ന കാലാവധി അവസാനിക്കാറായി. ഹനുമാനില്ലാതെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു ചെല്ലുന്നത്? കാത്തിരുന്ന് കാണാം. ആഹാ, അതാ ഹനുമാൻ വരുന്നുണ്ട്. അദ്ദേഹം ഉറപ്പായും വിജയിച്ചിരിക്കും. രാം, രാം രാം രാം. രാം രാം. സുഗ്രീവ, പ്രഭു, എന്റെ ജീവന്റെ ജീവനായ സീതയെ അന്വേഷിക്കാൻ കിഴക്ക്, വടക്ക്, തെക്ക് എന്നിങ്ങനെ 3 ദിശകളിലേക്കും നീ അയച്ച വാനരവീരന്മാരെല്ലാം തന്നെ ആ ഭാഗങ്ങളിലെല്ലാം നന്നായി വീക്ഷിച്ചതിനു ശേഷം അവിടെ ഒന്നും സീതയെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ തെക്ക് ദിശയിലേക്ക് പോയ ഹനുമാൻ, അങ്കദൻ, ജാംബവാൻ മുതലായവർ ഇതുവരെ വന്നെത്തിയില്ലല്ലോ. അത് ജ്യേഷ്ഠത്തെ അന്വേഷിച്ചു വരാൻ സുഗ്രീവന് കൊടുത്ത സമയപരിധിയും ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അതേ അനുജ, തെക്ക് ദിശയിലേക്ക് പോയവർ അസുരന്മാരുടെ പിടിയിൽപ്പെട്ട് കാണുമോ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അകപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ സീതയെ ഇതുവരെ കണ്ടെത്താനായില്ല എന്ന് പറയുവാനുള്ള സങ്കടത്തിൽ മുഴുകിയിരിക്കുകയാകുമോ? അതോ കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞ് സുഗ്രീവന്റെ കോപം കാണുവാൻ മടിച്ച് തങ്ങളുടെ ജീവൻ ഒടുക്കാമെന്ന് കരുതി സമുദ്രത്തിൽ കുതിച്ച് സ്വയം ജീവത്യാഗം ചെയ്തു കാണുമോ? ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല.
പ്രഭു, അതാ നമ്മുടെ ഹനുമാനല്ലേ ആ വരുന്നത്. സീതാദേവിയെ കണ്ടെന്നുള്ള സന്തോഷ വാർത്ത തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. കണ്ടു, ഞാൻ കണ്ടു. പവിത്രതയുടെ സ്വരൂപത്തെ ഞാൻ കണ്ടു. എന്റെ മാതാവ് സീതാദേവിയെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു സ്വാമി. കഠിനമായ തപസ് ചെയ്യുന്ന എന്റെ മാതാവിനെ കൺകുളിർക്ക കണ്ടു ഞാൻ. മാതൃകുലദേവിയെ ഞാൻ നേരിൽ കണ്ടു സ്വാമി. കാണാൻ സാധിക്കാത്ത കർപ്പക ചെടിയെ, നന്മയുടെ ജീവസ്വരൂപമായ ആ ദിവ്യരൂപത്തെ അസുരന്മാരുടെ പീഡകളെ പോലും വകവയ്ക്കാതെ ഒരു താമരയെ പോലെ അങ്ങയുടെ നാമം മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മാതാവായ സീതാദേവിയെ എന്റെ നേത്രങ്ങൾ ചെയ്ത ഭാഗ്യത്താൽ ഞാൻ കണ്ടു സ്വാമി, കണ്ടു സ്വാമി, കണ്ടു. എന്ത്? എന്റെ സീതയെ കണ്ടുവന്നോ? എവിടെയാണ് കണ്ടത്? എന്താണ് അവളുടെ അവസ്ഥ? മര്യാദാ പുരുഷോത്തമനായ ധീരനായ എന്റെ പ്രഭോ, തെളിമയാർന്ന സമുദ്രജലം 4 വശവും അലതല്ലുന്ന ലങ്കയിലാണ് ആ ജനക മഹാരാജാവിന്റെ പ്രിയപുത്രിയെ ഞാൻ കണ്ടത് പ്രഭോ. ഹനുമാൻ, എന്റെ വൈദേഹിക്ക് സുഖം തന്നെയാണോ? ഒളിമങ്ങിപ്പോയ ആ ചന്ദ്രബിംബം ആഭരണങ്ങളെല്ലാം ത്യജിച്ച് ദുർബലയായ ഒരു പേടമാനിനെ പോലെ അവിടെ അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് എന്റെ മാതാവ് തപസ് അനുഷ്ഠിക്കുന്നു. എന്നിരുന്നാലും ദേവിയുടെ നേത്രങ്ങളിൽ പ്രതീക്ഷയുടെ തീനാളങ്ങൾ കളിയാടുന്നത് ഞാൻ കണ്ടു പ്രഭോ. കൺനിറയെ ഈ അടിയൻ കണ്ടു. ഹനുമാനെ, അസുരനായ രാവണൻ ജ്യേഷ്ഠത്തിയോട് ദയയില്ലാതെയാണോ പെരുമാറുന്നത്? ലക്ഷ്മണകുമാര, അവർ ദുഷ്ടന്മാരാണെങ്കിലും അഗ്നിയെ തൊടുവാനാവില്ലല്ലോ. അതുപോലെ രാവണനും അവിടെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പറയൂ മാരുതി. പ്രഭോ, അസുരനായ രാവണൻ ലങ്കയിൽ അശോകവനം എന്ന ഇടത്തിലാണ് ജ്യേഷ്ഠത്തിയെ തടവിലാക്കിയിരിക്കുന്നത്. അവിടെ ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ ഞാൻ മറഞ്ഞിരുന്ന ജ്യേഷ്ഠത്തിയെ വീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവണൻ അവിടേക്ക് വന്നു. ദേവിയോട് ആ രാവണൻ അഹിതം എന്തെങ്കിലും പ്രവർത്തിച്ചുവോ? ഇല്ല. രാവണനെ ആഗ്രഹിക്കാത്ത നാരികളെ അവൻ തീണ്ടിയാൽ അവന്റെ ശിരസ് ചിന്നിച്ചിതറുമെന്ന ബ്രഹ്മാവ് അവനെ ശപിച്ചിരിക്കുന്നതിനാലാണ് അവൻ ജ്യേഷ്ഠത്തിയെ ഭൂമിയോടുകൂടി ഉയർത്തിക്കൊണ്ടുപോയത്. അതുപോലെ അവിടെയും അകന്നു നിന്നാണ് അവൻ സംസാരിച്ചത്. സീത എന്താണ് ചെയ്തത്? ഒരു തുരുമ്പ് കിള്ളിയെടുത്ത് രാവണന്റെ മുന്നിലേക്കിട്ട് ആ ചെറിയ തുരുമ്പാണ് രാവണൻ എന്ന് പറഞ്ഞ അതിനെ നോക്കി മറ്റൊരുവന്റെ പത്നിയെ അപഹരിക്കുന്നത് പാപം, അത് മാപ്പില്ലാത്ത തെറ്റ്, എന്നെ എന്റെ പതിയുടെ സമക്ഷം കൊണ്ടുചെന്ന് വിട്ട് നീ ചെയ്ത ഈ പാപകർമ്മത്തിന് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കൂ എന്ന് ആക്രോശിച്ചു. കോപാകുലനായ രാവണൻ മടങ്ങിപ്പോവുകയും ചെയ്തു. അതിരിക്കട്ടെ ഹനുമാൻ, അസുരന്മാരുടെ വലിയ കാവൽ ഭേദിച്ച് നീ എങ്ങനെ ലങ്കയിൽ കടന്നു കയറി? എങ്ങനെയാണ് സീതയെ കണ്ടുമുട്ടിയത്? പ്രഭോ, മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് അടിയന് ലഭിച്ചിരിക്കുന്ന ശക്തിയാൽ ആകാശമാർഗത്തിലൂടെ പറന്ന് ഞാൻ ലങ്കയിൽ ചെന്നു. അവിടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു. രാവണന്റെ മാളിക മുതൽ സാധാരണക്കാരുടെ ഗൃഹങ്ങൾ വരെ ജ്യേഷ്ഠത്തിയെ ഞാൻ അന്വേഷിച്ചു. അവസാനം അശോകവനത്തിൽ ദേവി കണ്ണീരോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സീതാദേവിയെപ്പറ്റി താങ്കൾ പറഞ്ഞ അടയാളങ്ങളെല്ലാം വച്ച് അവർ തന്നെയാണ് സീതാദേവിയെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആദിശക്തിയെ തന്നെ നേരിൽ കണ്ട പരമാനന്ദത്തിൽ എന്റെ മനസ്സ് തുടിച്ചു. ആ ആനന്ദത്തോടുകൂടി അങ്ങയുടെ തിരുനാമ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ കാവലായി നിന്നിരുന്ന രാക്ഷസിമാരെയെല്ലാം ഞാൻ മയക്കി. ഒരു വൃക്ഷശിഖരത്തിൽ കുരുക്കിട്ട് തന്റെ ജീവൻ ബലികഴിപ്പിക്കാൻ നോക്കിയ ജ്യേഷ്ഠത്തിയുടെ ചെയ്തികൾ കണ്ട് ഞാൻ ഭയന്നുപോയി. ഓടിച്ചെന്ന് അങ്ങയുടെ തിരുനാമം ചൊല്ലി ഞാൻ വണങ്ങി. താരകമന്ത്രമായ അവിടുത്തെ തിരുനാമം കേട്ടതും ദേവി ഒരുപാട് സന്തോഷിച്ചു. എങ്കിലും വേഷപ്രച്ഛന്നനായി ആ രാവണൻ തന്നെയാണോ വാനരരൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് സംശയിച്ച് എന്നെക്കണ്ട് ഭയന്നുപോയി. ആ ഭയത്തെ നീ എങ്ങനെ അകറ്റി? ഞാൻ ശ്രീരാമപ്രഭുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങ് എന്നോട് പറഞ്ഞ അടയാളങ്ങളെല്ലാം തന്നെ എടുത്തു ചൊല്ലി ഞാൻ. ഒരു മാത്ര വിശ്വസിച്ചു. അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് എനിക്ക് തന്ന മുദ്രാമോതിരവും ജ്യേഷ്ഠത്തിയുടെ കരങ്ങളിൽ ഞാൻ കൊടുത്തു. ആനന്ദത്തോടെ അത് വാങ്ങിയ ജ്യേഷ്ഠത്തി നേത്രങ്ങളാൽ അതിനെ ചുംബിച്ചു പ്രഭോ, നേത്രങ്ങൾ കൊണ്ട് ചുംബിച്ചു.
അതിനെ തന്റെ കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തു. അത് ദർശിച്ച് ഇടറാത്ത എന്റെ മനസ്സ് പോലും ഇടറിപ്പോയി പ്രഭോ, ഇടറിപ്പോയി. എന്ത്? ആ മോതിരം കണ്ടതും സീതയുടെ കണ്ണുകൾ കലങ്ങിയെന്നോ? അതേ പ്രഭോ. അങ്ങനെ കലങ്ങിയ എന്റെ ജ്യേഷ്ഠത്തിയുടെ കണ്ണുകളിൽ പോലും അങ്ങയെ കണ്ടു പ്രഭോ. അലറാതെ അലറിക്കരഞ്ഞ ദേവിയുടെ വേദനാജനകമായ സ്വരത്തിലും അങ്ങയെ തന്നെയാണ് കണ്ടത്. ജ്യേഷ്ഠത്തിയുടെ മനോവേദനയെ അകറ്റണമെന്ന് കരുതി നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാം തന്നെ ഞാൻ ദേവിയോട് എടുത്തെടുത്ത് പറഞ്ഞു. ആവേശത്തോടെ എല്ലാം കേട്ടു. മഹാരാജാവ് സുഗ്രീവന്റെ പടകൾ ഈ അഖിലം മുഴുവനും ദേവിയെ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യവും പറഞ്ഞു. അതെല്ലാം കേട്ട് ദേവി എന്താണ് പറഞ്ഞത്? തന്നെയോർത്ത് ഇത്രയും പേർ ദുഃഖിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ദേവിയുടെ മനസ്സ് ഉരുകിക്കണ്ടു. പിന്നീട് എല്ലാവരുടെയും ക്ഷേമവും അന്വേഷിച്ചു. അതോടൊപ്പം ഞാൻ ദേവിയെ സന്ദർശിച്ച നിമിഷം മുതൽ 1 മാസക്കാലത്തിനുള്ളിൽ എന്റെ നാഥൻ വന്ന് എന്നെ വീണ്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഇവിടെ തന്നെ വെടിയുമെന്ന് എന്റെ നാഥനോടും അനുജൻ ലക്ഷ്മണനോടും പറയണം എന്നും പറഞ്ഞു.